ഓം അമൃതേശ്വര്യൈ നമ. ജപ്പാനിൽ നിന്നെത്തിയ അമ്മയുടെ ഒരു ഭക്തൻ. അവിടെ അദ്ദേഹം ഇംഗ്ലീഷ് അധ്യാപകനാണ്. സമയം കിട്ടുമ്പോഴൊക്കെ അദ്ദേഹം ജപ്പാനിൽ നിന്ന് അമ്മയെ കാണാനായി ഇവിടെ വരും. പലപ്പോഴും വിദേശയാത്രകളിൽ അമ്മയ്ക്കൊപ്പം യാത്രയാകാറുമുണ്ട്. ഒരിക്കൽ അദ്ദേഹം അമ്മയുടെ അമേരിക്കൻ പര്യടനത്തിൽ പങ്കെടുത്തു. ബോസ്റ്റണിൽ അവസാനത്തെ ദിവസം പരിപാടി നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പൂർണ്ണാനന്ദ സ്വാമി ചെന്ന് കണ്ടു പറഞ്ഞു, സ്വാമി, ഒരു സഹായം ചെയ്തു തരണേ. അമ്മേ, പ്ലീസ് മേക്ക് മീ യുവർ ഇൻസ്ട്രുമെൻറ്റ്. ഇതൊന്ന് മലയാളത്തിൽ പറഞ്ഞു തരണം, എനിക്ക് അമ്മയോട് പറയാനാ. അദ്ദേഹം വിനയത്തോട് സ്വാമിജിയോട് പറഞ്ഞു. സ്വാമിജി പഠിപ്പിച്ചു, അമ്മേ, എന്നെ അവിടുത്തെ ഉപകരണമാക്കണമേ. കുറേ ആവർത്തി പറഞ്ഞു ഉറപ്പിച്ച് അദ്ദേഹം അത് ഉരുവിട്ട് പഠിച്ചു. അങ്ങനെ ദർശന ക്യൂവിൽ പോയി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പഠിച്ചത് മറന്നുപോയി. വീണ്ടും സ്വാമിയെ വന്ന് കണ്ട് അത് ഒന്നുകൂടി ഉരുവിട്ട് ഹൃദിസ്ഥമാക്കി. മാത്രമല്ല, മറന്നുപോയാൽ ഓർമ്മിക്കാനായി കൈവെള്ളയിൽ എഴുതിയിടുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ക്യൂവിൽ നിന്നു. അമ്മയുടെ തിരുസന്നിധിയിലെത്തി. പക്ഷേ പഠിച്ചത് അപ്പോഴേക്കും മറന്നുപോയിരിക്കുന്നു. കയ്യിൽ നോക്കാനും പറ്റുന്നില്ല. കാരണം ദർശനവേദിയിലേക്ക് കയറിയപ്പോൾ അടുത്തുണ്ടായിരുന്ന സഹായികൾ കണ്ണട എടുത്ത് ഊരി മാറ്റിയിരുന്നു. അമ്മയുടെ പുറകിൽ സ്വാമിജി നിൽക്കുന്നുണ്ട്, അദ്ദേഹം പറയുന്നത് കേൾക്കുവാൻ വേണ്ടിയിട്ട്. പക്ഷേ അദ്ദേഹത്തിന് ഒന്നും പറയാൻ പറ്റുന്നില്ല. സ്തബ്ധനായി നിലകൊണ്ടു. അമ്മ ആ സമയം തലതിരിച്ച് സ്വാമിയൊന്ന് നോക്കി. എന്നിട്ട് ഉറക്കെ പറഞ്ഞു. അമ്മ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, എപ്പോഴാണ് മോൻ ഉപകരണമായത്? ചിന്തിക്കുക, എത്ര അഗാധമായ വാക്കുകൾ. ഉപകരണം മിണ്ടില്ല, യജമാനൻ്റെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കുകയുള്ളൂ. അമ്മയുടെ യഥാർത്ഥ ഉപകരണമാകണമെങ്കിൽ സമർപ്പണം പൂർണ്ണമായിരിക്കണം. നമ്മൾക്ക് ഒന്നും പറയാൻ ഇല്ലാത്ത ഒരു നില മനസ്സിനുണ്ടാകും. അപ്പോഴാണ് അമ്മ നമ്മിലൂടെ പൂർണ്ണമായും പ്രവർത്തിക്കുക. അങ്ങനെയാണല്ലോ ആചാര്യന്മാർ നമ്മൾ ഉപദേശിച്ചിട്ടുള്ളത്. നമഃ ശിവായ.